ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയടയാണ്. ഇലയട അതിനായിട്ട് ഗോതമ്പ് മാവ് ഉപ്പും വീത്തി കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ തിരുകി വെച്ച് അതിന് ശേഷം 2 പഴം എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം. ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ കഷ്ണമാക്കി. പഞ്ചസാര ചേർക്കണ്ട കേട്ടോ, പഞ്ചസാര വേണ്ട, നോ പഞ്ചസാര. അപ്പം നമുക്കിത് കട്ടിംഗ് ബോർഡുണ്ട്, ഞാനത് എടുത്തില്ല. ഞാൻ വിചാരിച്ചു ഇത് നല്ല രസമുണ്ട്. അപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് ഇല റെഡിയാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ദാ ഇല കുറച്ച് മതി. ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് പരത്തൽ തുടങ്ങാം. ഇലയട പരത്തി കൊടുക്കാം. കുറച്ച് മാവ് മതി, കുറച്ച് മാവ് എടുത്ത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ദാ കണ്ട സോഫ്റ്റായി, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മധുരം ഇടുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എത്ര വേണോ കഴിക്കാം. നൈസായിട്ട് അങ്ങോട്ട് പരത്തി എന്നിട്ട് ലേശം തേങ്ങ ഇങ്ങനെ വെച്ചിട്ട് തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ, അപ്പം നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ മതി. ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കണം. വേണ്ട. എന്നിട്ട് ഇതിനെ നമുക്ക് മടക്കി കൊടുക്കാം. നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് അടുത്തത് പരത്തി വെച്ചിട്ടുണ്ട്, അതും ഇതുപോലെ ചെയ്യാം, മടക്കാം. നമ്മൾ ദോശക്കല്ലിലാണ് ചൂടുന്നത്, വേറെ പാത്രം ഇല്ലാത്തതുകൊണ്ട്. ഇനി ദോശ ഇട്ട ഇളവയൊന്നുമില്ല, ഇനി മുട്ടയൊക്കെ ഉടച്ചു വീത്തണം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യമുണ്ട്. അപ്പം ദോശക്കല്ല് ഒന്ന് ചൂടാവട്ടെ. പരത്തി വെച്ചിട്ടുണ്ട്, വേണ്ട പരത്തി വെച്ച് മടക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ദോശക്കല്ലോട്ട് വെച്ച് കൊടുക്കാം. ദോശക്കല്ലാണ് കേട്ടോ എൻ്റെ. അപ്പം ഇലയട അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ഇങ്ങനെ ഇലയട ഇല മാറ്റിയിട്ട് കൊടുക്കാം. ഇല മാറ്റി വെച്ചതിന് ശേഷം കണ്ടോ, നമ്മൾ കൈ കൊണ്ട് വേണമെങ്കിൽ എന്താ ഇങ്ങനെ എടുക്കാം. കണ്ടല്ലോ, തവീരൊന്നും ആവശ്യമൊന്നുമില്ല. അതാ ഇങ്ങനെ മറിച്ചും തിരിച്ചുവിട്ട് നമ്മളെ പഴം എന്തായിരിക്കുന്നു. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. പഴം ഇരിക്കുന്നുണ്ടോ. ഇനി ഇങ്ങനെ ആക്കിയതിന് ശേഷം എന്താ ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്താ ഇങ്ങനെ അപ്പം അവിടെ വേവണം. ഇതും അതുപോലെ വയ്ക്കാം. ചൂടടിക്കണം കൈ. വേണ്ട, ഇങ്ങനെ വെച്ചിട്ട് അപ്പം അവിടെ വെന്ത് ആക്കി. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ചൂട് കണ്ട. ഇനി അടുത്ത ഇലയട വെച്ച് കൊടുക്കാം. ഇതും അതുപോലെ ആവട്ടെ, പൊട്ടണം. വേണ്ട, ഇങ്ങനെ ആക്കി ഇവിടെയും കൂടെ വേവണം. അപ്പം ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇലയട റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതാക്കി കാണിച്ചു തരാം, പൊളിച്ച് കാണിച്ചു തരാം. ഓ ചൂട് ഇതാകണ്ട. പഴമൊക്കെ വെന്ത് അടിപൊളിയായിട്ടുണ്ട്. ഓ ചൂട് പഴം ഇരുന്ന് വെന്തില്ല, നമ്മൾ അവിച്ചെടുത്തണക്ക്. ചൂട്
ഭയങ്കര മധുരമില്ല. അങ്ങനെ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയും. അതുപോലെ എൻ്റെ ഹോം ടൂർ കയറി കാണണം. അപ്പോൾ ടാറ്റാ.